ഹലോ, ഇറ്റ്സ് മീ ഹൽദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു പ്ലാൻ യുവർ ഡേ. എന്റെ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഗൂഗിൾ കലണ്ടറും നോഷനും എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമായിരിക്കും, പക്ഷേ നമ്മൾ വിചാരിച്ചിട്ടുള്ള പ്ലാനിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കുന്നു, പക്ഷെ അതിന്റെ പകുതി എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മൂഡൊക്കെ മാറുന്നു. എനിക്ക് ഈ ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റപ്പ് പ്ലാനിംഗ് സിസ്റ്റം. അത് ഡെയിലി പ്ലാനിംഗ് സിസ്റ്റം ആവും, അല്ലെങ്കിൽ വീക്ക്ലി പ്ലാനിംഗ് സിസ്റ്റം ആവും. ഞാൻ വീക്ക്ലി പ്ലാനിംഗ് സിസ്റ്റം നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് അത് അങ്ങോട്ട് വർക്ക് ആയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഡെയിലി പ്ലാനിങ്ങിലാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തത് കഴിഞ്ഞ വർഷം വരെ ബുക്ക് ആയിരുന്നു കേട്ടോ. ഫിസിക്കൽ പ്ലാനർ ആയിരുന്നു. സിംബ ലൈഫ് സ്റ്റൈലിന്റെയും മലീഷ സൂസനെ അങ്ങനെ പല ബ്രാൻഡ്സിന്റെയും പ്ലാനർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് പ്ലാനിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഡേറ്റ് എഴുതുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതുക. അതല്ല കുറച്ച് എസ്റ്റിക് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 2000-3000 രൂപയൊക്കെ എടുത്ത് വരും. ഞാൻ പറയുകയാണെങ്കിൽ സാധാ ഒരു കുഞ്ഞു പ്ലാനർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്ലാനിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഫിസിക്കൽ പ്ലാനറിൽ നിന്ന് ഡിജിറ്റൽ പ്ലാനറിലേക്ക് മാറിയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കൺവീനിയൻസ് ആണ് മെയിൻ കാര്യം. നമ്മളൊന്ന് ട്രാവൽ ചെയ്യൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മളതിൽ ലഗേജിനൊക്കെ ഇത്ര അലവൻസ് ഉണ്ടാവും. ആ കൂട്ടത്തിൽ പ്ലാനർ എടുക്കാൻ ഒരു മടി ഇടയ്ക്ക് വരും, സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഡിജിറ്റൽ പ്ലാനർ ആണെങ്കിൽ ആ പ്രശ്നമല്ല. ലാപ്ടോപ്പും ഐപാഡും ഒക്കെ എന്തായാലും നമുക്ക് ക്യാരി ചെയ്യാണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാനിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ പ്ലാനർ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഈ വർഷത്തോടെ ഷിഫ്റ്റ് ആയത്. ഗൂഗിൾ കലണ്ടർ ഞാൻ യൂസ് ചെയ്യുന്നത് ടൈം ബ്ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന ടൈമിന്റെ ഉള്ളിലാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ഗൂഗിൾ കലണ്ടർ എനിക്ക് അലേർട്ട് തന്നുകൊണ്ടിരിക്കും. അതേപോലെ പ്ലാനിങ് നോഷനിലാണ് ഞാൻ എന്റെ ടു ഡു ലിസ്റ്റ് ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതല്ലാണ്ട് എനിക്കൊരു പ്ലാനർ ഉണ്ട്. അത് ഞാൻ ഈ വർഷം ഒരു കൗതുകത്തിന് വാങ്ങി നോക്കിയതാണ്. അതിലും കൂടുതൽ ഞാൻ നോഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം ഡിജിറ്റൽ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഐ വുഡ് സേ ഗോ വിത്ത് നോഷൻ. നോഷൻ ഒന്ന് പഠിച്ചെടുക്കാൻ കുറച്ചൊരു പണി ഉണ്ടാവും. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ അതിലേക്ക് മാറ്റി വെച്ച ഒറ്റ ദിവസം തന്നെ വേണ്ട, മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ നോഷൻ. ആൻഡ് ഇറ്റ്സ് ഫ്രീ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നോഷൻ എന്ന് പറയുന്നത്. ഇനി എപ്പോൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത്, ഞാൻ ആദ്യമൊക്കെ ഡേ ബിഫോർ ദ ആക്ച്വൽ ഡേ ആയിരുന്നു പ്ലാൻ ചെയ്യാറ്. ഇപ്പൊ നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി പ്ലാൻ ചെയ്യാന്നുള്ളത്. ഇടക്കാലത്ത് അത് എപ്പോഴും ഷിഫ്റ്റ് ആയിട്ട് ഇന്നത്തെ ഇന്ന് രാവിലെ തന്നെ പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടും എനിക്ക് വർക്ക് ആവാറുണ്ട്. ചില ദിവസം എനിക്ക് രാത്രി പ്ലാൻ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ രാത്രി പ്ലാൻ ചെയ്യും, അല്ല വെച്ചാൽ ഞാൻ രാവിലെ പ്ലാൻ ചെയ്യും. സാറ്റർഡേ സൺഡേ ഞാൻ അങ്ങനെ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. അപ്പം നിങ്ങളെ പ്ലാനിങ് ടൈമും നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യാം. രാത്രി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിടക്കുമ്പോഴേ അറിയാം നാളെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റിൽ എണീക്കാൻ പറ്റും. അതല്ല ഇപ്പൊ രാവിലെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പല്ല് തേച്ച് അതേപോലെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കിൻ കെയറിന്റെ മുന്നേ ആയിട്ട് തന്നെ പ്ലാനിങ് ചെയ്യാം. അതിലും നീട്ടി അത് കൊണ്ടുപോയിട്ട് പിന്നെ കാര്യമില്ല. ഇനി ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ഡെയിലി പ്ലാനിങ് പ്രോസസ്. ആദ്യമായിട്ടൊക്കെ പ്ലാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്ത് പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഒരു ബ്രെയിൻ ഡംപ് പോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്നൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ടാസ്കിന് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാറ്റഗറൈസ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് വേഴ്സസ് സ്മോൾ ടാസ്ക്. എല്ലാ ടാസ്കും ഒരേപോലെ ഉള്ളതായിരിക്കില്ല. ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടാസ്ക് ഉണ്ടാവും, എന്നാൽ അത്ര ഫോക്കസ് കൊടുക്കേണ്ടാത്തത് ഉണ്ടാവും. അത് പെർഫെക്റ്റ്ലി നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ബ്ലോക്കിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ടു ഡൂല് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ടു ഡൂല് ഇന്ന് എനിക്ക് തീസിസ് ചെയ്യണം, ഇന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്യണം എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ ഞാൻ ടൈം ബ്ലോക്ക് ചെയ്യും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ എനിക്ക് പഠിക്കാനുള്ള സമയമാണ്. അപ്പൊ ആ സമയം ഓൾറെഡി എന്റെ ഗൂഗിൾ കലണ്ടറിൽ ടൈം ബ്ലോക്ക്ഡ് ആണ്. എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ നോഷനിൽ എഴുതാം. മനസ്സിലായോ? എന്റെ ടൈം ബ്ലോക്കിംഗ് നടക്കുന്നത് ഗൂഗിൾ കലണ്ടറിലും പ്ലാനിങ് നടക്കുന്നത് നോഷനിലുമാണ്. ഈ ഒരു ടൈം ബ്ലോക്കിംഗ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷമാണ് വലിയൊരു ചേഞ്ച് പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളപ്പം അത് എപ്പോൾ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവൂലേ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാവാണ് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ടെക്നിക്സ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നതും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പൊമഡോറോ ടെക്നിക്കാണ്. ഇത് ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത് നിങ്ങൾ 30 മിനിറ്റ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ്സ് ഒരു ബ്രേക്ക് കൊടുക്കുക. ആ 5 മിനിറ്റ്സ് ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ, ഒന്ന് പുറത്തേക്ക് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുക. ഇത് ശരിക്കും നമ്മളൊരു എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ബാച്ചിങ് സിമിലർ ടാസ്ക്. അതിലിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രസന്റബിൾ ആയിട്ട് ഇരിക്കണം. അപ്പൊ ഞാൻ അങ്ങനത്തെ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെക്കും. അപ്പൊ തേഴ്സ്ഡേ ഞാൻ കഴിയുന്നതും എന്റെ മീറ്റിംഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ നോക്കും. കാരണം തേഴ്സ്ഡേ എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാനൊന്ന് ഒരുങ്ങും. അപ്പൊ രാവിലെ എനിക്ക് മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ എനിക്ക് വേറെ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടണം.
അതേപോലെ ഞാൻ പൊട്ടേറ്റോ ഡേയ്സ് ആയിട്ട് 1-2 ദിവസം വെക്കും. കാരണം അന്നായിരിക്കും കൂടുതലും ജസ്റ്റ് ലാപ്ടോപ്പ് നോക്കിയിരിക്കേണ്ട ദിവസം. അന്ന് ഞാൻ അത്ര പ്രസന്റബിൾ ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ദിവസം, എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് വായിക്കാനുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ എണീക്കുന്നു, ഒരുപാടൊന്നും ഒരുങ്ങുന്നില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും, ചിലപ്പോൾ വെതറിന്റെ ചേഞ്ച് മൂലം. ഇന്നിപ്പോ നല്ല വെളിച്ചുള്ള ദിവസമായിട്ട് തേഴ്സ്ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ തേഴ്സ്ഡേ ഒരുപാട് മഴയാണ്, ക്ലൗഡി ആണെങ്കിൽ ഞാൻ അത് അങ്ങോട്ട് മാറ്റും. സോ എന്റെ കൺട്രോൾ തന്നെയാണ് എന്റെ ഗൂഗിൾ കലണ്ടർ ഉള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബഫർ ടൈം കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ടൈം ബ്ലോക്കിംഗ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം 9 to 11 ഞാൻ പഠിക്കുന്നു, 11 to 11:30 ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നു, 11:30 to 12 ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നു, 12 to 1 ഞാൻ ഫുഡ് കഴിക്കണം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളൊരു കലണ്ടർ അനുസരിച്ച് ജീവിക്കുന്ന പോലെ. അങ്ങനെ ചെയ്യരുത്. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടൈം, ഒരു 10-20 മിനിറ്റ് എങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുക. അതിനാണ് ബഫർ ടൈം എന്ന് പറയാം. അടുത്തത് റിഫ്ലക്ഷൻ ആൻഡ് റീസെറ്റ് ആണ്. രാവിലത്തെ പ്ലാനിങ് കൊണ്ട് മാത്രം കാര്യമല്ല, നമ്മളൊരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ചില ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് എല്ലാം ഒന്നും നടക്കാണ്ട് വന്നിട്ടുള്ള ദിവസമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് നിങ്ങളൊന്ന് കിടക്കുന്നതിന് മുന്നേ ഇന്ന് ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉള്ളത് ടിക്ക് ചെയ്യുക. അൺഫിനിഷ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസത്തേക്കോ അത് പുഷ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ ദിവസവും ചെയ്താൽ പിന്നെ പ്ലാനിങ്ങിൽ കാര്യമില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊന്നും നമ്മളെ കൺട്രോളിലായിരിക്കില്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, എന്റെ പ്രൊഡക്ടിവിറ്റിയിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കിടക്കുന്ന സമയത്തിന്റെ മുന്നേ തന്നെ എന്റെ ഡെസ്ക് അങ്ങോട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. രാത്രി കിടക്കും നമ്മളിത് ക്ലീൻ ചെയ്ത് കിടന്നാൽ നെക്സ്റ്റ് ഡേ രാവിലെ എണീക്കുമ്പോൾ ഡെസ്ക് ക്ലീൻ ആയിരിക്കും. അപ്പൊ പിന്നെ ഡെസ്ക് ക്ലീൻ ചെയ്യണ്ടേ എന്നുള്ള ഒരു മടി ഉണ്ടാവില്ല. പ്ലാനിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വർക്ക് ചെയ്തില്ല എന്നും കൂടെ ഞാൻ ഷെയർ ചെയ്യണ്ടേ. കാരണം ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഫൈനലി ഇതിൽ എത്തിയത്. പക്ഷെ ഇതിന്റെ മുന്നേ ഞാൻ പലതും ട്രൈ ചെയ്തിട്ട് വർക്ക് ആവാണ്ട് നിന്നിട്ടുണ്ട്. ഫസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഓവർലോഡിങ് മൈ ടു ഡു ലിസ്റ്റ് ആണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയായിരുന്നു. ഒരു ദിവസം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യം ഞാൻ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് പോകുമായിരുന്നു. അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രയോറിറ്റൈസ് ചെയ്യുക ടാസ്ക്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്കുകൾ കൺസിഡർ ചെയ്യുക, ചെറിയ ചെറിയ ടാസ്കുകൾ പിന്നത്തേക്ക് വെക്കുക. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ബ്ലോക്കിംഗ് വിതൗട്ട് ബഫർ ടൈം ആയിരുന്നു. കണ്ടിന്യൂസ്ലി അട്ടിക്കട്ടി ഓരോ ടാസ്ക് ഉണ്ടാക്കുക, എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോവുക. അപ്പം ബഫർ ടൈം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, പ്ലാനിങ് ടു ഫാർ ഇൻ അഡ്വാൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ വീക്ക്ലി പ്ലാനിങ് എനിക്ക് വർക്ക് ആവാത്തതിന്റെ ഒരു റീസൺ അതായിരുന്നു. ഞാനൊരു വീക്കിലേക്കുള്ള പ്ലാനിങ് സൺഡേ ചെയ്ത് വെക്കും, പിന്നെ ഒരു ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേക്ക് ആകുമ്പോഴത്തേക്ക് പ്ലാൻ ഒക്കെ മാറും. ആൻഡ് ദെൻ ബാക്കി അത് ചെയ്യാൻ തോന്നില്ല. ബാക്കി ദിവസം പ്ലാനിനനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ചില ആൾക്കാർക്ക് വീക്ക്ലി പ്ലാനിങ് വർക്ക് ആവാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീക്ക്ലി പ്ലാനിങ് ആണ് വർക്ക് ആവുന്ന വെച്ചാൽ അത് ചെയ്യാം. എന്റെ കേസിൽ എനിക്ക് ഡെയിലി പ്ലാനിങ് ആണ് വർക്ക് ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വീഡിയോസ് കൺസ്യൂം ചെയ്തിട്ട് പല രീതിയിലുള്ള പ്ലാനിങ് സിസ്റ്റം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി സെയിം ടൈം. അതെന്ന് പറയാൻ ഞാൻ ഫിസിക്കൽ പ്ലാനർ യൂസ് ചെയ്യുക, ഡിജിറ്റൽ പ്ലാനർ യൂസ് ചെയ്യുക, ടു ഡു ആപ്പ് യൂസ് ചെയ്യുക, ടു ഡൂയിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നോട്ട്സ് ആപ്പ് യൂസ് ചെയ്യുക. കാരണം പലരും പല രീതിയിലാണ് അവരെ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം കൂടെ ഞാൻ ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്റെ ഫിസിക്കൽ പ്ലാനറിൽ എഴുതിയ അതേ കാര്യങ്ങളായിരിക്കും ഞാൻ നോഷനിൽ എഴുതിയത്, നോഷനിൽ എഴുതിയ അതേ കാര്യങ്ങളായിരിക്കും ഞാൻ എന്റെ ഡിജിറ്റൽ പ്ലാനറിൽ എഴുതിയത്. അതുകൊണ്ട് ഞാനിപ്പം ഫൈനലി എത്തി നിൽക്കുന്നത് നോഷൻ ആൻഡ് ഗൂഗിൾ കലണ്ടർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ ഡിജിറ്റൽ പ്ലാനർ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് കേട്ടോ എന്റെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ പല വീഡിയോസ് കണ്ടിട്ട് പലതും ട്രൈ ചെയ്തിട്ട് അവസാനം ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതൊരു ബിഗിനർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ആകെ നിങ്ങൾക്ക് വേണ്ടത് ഗൂഗിൾ കലണ്ടറും അതേപോലെ നോഷനും ആണ്. രണ്ടും ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് ആണ്. സോ ഗൂഗിൾ കലണ്ടറിൽ നിങ്ങൾക്ക് ടൈം ബ്ലോക്കിംഗ് ചെയ്യാം, പ്ലാനിങ് നോഷനിലും ചെയ്യാം, ഈസി. വേറെ ഒന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഒന്നും വേണ്ട. ഇതിന്റെ രണ്ടിന്റെയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഗൂഗിൾ കലണ്ടറിൽ ഞാൻ ചെയ്യാറുള്ളത്, ടൈം ബ്ലോക്കിംഗ് ചെയ്യാറുള്ളതെന്ന് വേണം വെച്ചാൽ അത് പറയൂ. നോഷൻ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും പറയും. നമുക്ക് അത് രണ്ടും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം.